ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു മീൻ കറി ഉണ്ടാക്കിയാലോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കൂടെ കൂടണേ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇടുക. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കുക. ഇത് ഒരു ഗോൾഡൻ കളറിൽ ആവുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും അതിലേക്ക് സവാള ഇടുക. സവാള വഴറ്റാൻ ഇടുമ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് അത് വഴണ്ടി കിട്ടും. അത് ഏകദേശം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. മുളക് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് രണ്ടും കൂടെ മൂപ്പിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല, ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് തക്കാളി ഇടുക. തക്കാളി ഇട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് പാത്രത്തിൽ ഞാൻ കുറച്ച് കുടംപുളി ഞാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അളവ് പാത്രമാണ്. ഈ അളവ് പാത്രത്തിലാണ് ഞാൻ വെള്ളം അളന്നൊഴിക്കുന്നത്. അതിൽ ഒരു 1.5 വെള്ളം ഞാൻ അളന്നൊഴിക്കും. ഇത് ഏകദേശം നമ്മുടെ മസാല എല്ലാം കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ആ കുടംപുളി എന്തിനാണ് ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇട്ടേക്കുന്നതെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഇതിൽ 1.5 ഗ്ലാസ് എന്നൊക്കെ പറയാം വെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോണം ഞാനതെന്തിനാണ് അത് വെച്ചേക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ കളറെല്ലാം കൂടെ ഇളവി ഒരുമാതിരി വല്ലാത്തൊരു പരുവത്തിൽ വരും. ഇതെല്ലാം കൂടെ ഞാൻ ആ പുളി അതേപോലെ അതിനകത്ത് ഇട്ടിരുന്നുണ്ടെങ്കിൽ ഈ കളറെല്ലാം ആ മീൻകറിക്കകത്ത് പിടിച്ച് എൻ്റെ മീൻകറി നശിച്ച് തീരുമാനമായി കൈ കിട്ടിയേനെ. ഇങ്ങനെ ആകുമ്പം കുഴപ്പമില്ല, ആ ഒരു ഫ്ലേവർ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഇത് ഏകദേശം ആ ഒരു കളറെല്ലാം ഇളവി ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തിളച്ച കുടംപുളി നമ്മൾ ഈ തിളയ്ക്കാൻ വെച്ചിരുന്ന ആ ഒരു മസാലയിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക. ഇതിപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി അയല മീനാണ്. അയല മീൻ ഏകദേശം വെട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടുക. ഇത് ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു ഇതാണ്, എല്ലാവരും ചേർക്കുമോ ഇല്ലയെന്ന് അറിയത്തില്ല, കുറച്ച് കായ്പ്പൊടി ഞാൻ ചേർക്കും. ഒരിച്ചിരി നല്ല ടേസ്റ്റ് എനിക്ക് കിട്ടും, അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. ഇപ്പോൾ ഏകദേശം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് കൂടെ കൂടണേ. താങ്ക് യു വെരി മച്ച്.